വെൽക്കം ബാക്ക്. ഒരു പക്ഷേ നിങ്ങൾ അറിഞ്ഞു കാണും, എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും സങ്കടകരമായൊരു കാര്യമാണ് സംഭവിച്ചത്. എൻ്റെ ഫാദർ ഞങ്ങളെ വിട്ടുപോയി. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിൽ പലരും എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതിലെനിക്ക് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോട്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. പിന്നെ ഏതായാലും നമ്മുടെ ക്ലാസ്സസ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നേരത്തെ നമ്മളൊരു സീരീസ് പോലെ ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ 5ാമത്തെ എപ്പിസോഡാണെന്ന്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഖുഡ് എന്നത് എങ്ങനെയെല്ലാം ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഖുഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പലരും വിചാരിക്കുന്നത് അതിൻ്റെ 2 ഉപയോഗങ്ങളാണ്. ഒന്ന്, പാസ്റ്റിൽ നമുക്കുണ്ടായിരുന്ന ഒരു എബിലിറ്റിയെക്കുറിച്ച് പറയാൻ, അതായത് പാസ്റ്റിൽ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് പറയാൻ. തീർച്ചയായിട്ടും അത് ഖുഡിൻ്റെ ഒരു യൂസാണ്. പിന്നെ അത് കൂടാതെ പാസ്റ്റിൽ ഇങ്ങനൊരു കാര്യം ചെയ്യാമായിരുന്നു എന്നൊക്കെ പറയാനും നമ്മൾ ഈ ഖുഡ് ഹാവ് എന്ന് യൂസ് ചെയ്യും. അപ്പോൾ പലരും കരുതുന്നത് ഖുഡ് എന്നതുകൊണ്ട് ഈ 2 ഉപയോഗങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങളിവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ? അപ്പോൾ ഇതിൽ പലതും പ്രസൻറ്റിൽ അതുപോലെ ഫ്യൂച്ചറിൽ ഒക്കെ ഇപ്പോൾ നടക്കുന്ന അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന തരം കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് പറയാനും നമുക്ക് ഈ ഖുഡ് എന്നത് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയെന്നുള്ളതാണ് ഇന്നത്തെ ലെസണിൽ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ അവസാനം പതിവ് പോലെ തന്നെ ഞാനൊരു ക്വിസ് വെച്ചിട്ടുണ്ട്, അത് ആൻസർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖുഡിൻ്റെ ഏറ്റവും കോമണായി യൂസാണ് നമ്മൾ ആദ്യം നോക്കുന്നത് കേട്ടോ. ഇത് നോക്കൂ, ചെറുപ്പത്തിൽ എനിക്ക് വേഗം ഓടാൻ കഴിയുമായിരുന്നു. അപ്പോൾ പാസ്റ്റിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ചെറുപ്പമായിരുന്നപ്പോഴത്തെ കാര്യം എന്താ പറയുന്നത്? ചെറുപ്പത്തിൽ എനിക്ക് വേഗം ഓടാൻ കഴിയുമായിരുന്നു. അപ്പോൾ അതായത് ഒരു ദിവസം ഓടാൻ കഴിയുമായിരുന്നെന്നല്ല, ചെറുപ്പത്തിലെല്ലാം എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ? അവിടെ നമ്മൾ ഖുഡാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ എഴുതും? എനിക്ക് ഓടാൻ കഴിയുമായിരുന്നു എന്നല്ലേ? അപ്പോൾ ഐ ഖുഡ് റൺ. എങ്ങനെയാണ് ഓടുന്നത്? വേഗം. ഐ ഖുഡ് റൺ ഫാസ്റ്റ്. എപ്പോൾ? ചെറുപ്പത്തിൽ. വെൻ ഐ വാസ് യങ് എന്ന് പറയാം. ഐ ഖുഡ് റൺ ഫാസ്റ്റ് വെൻ ഐ വാസ് യങ്. കണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ പാസ്റ്റിലെ കാര്യമാണ് പറയുന്നത്. വെൻ ഐ വാസ് യങ് ഐ ഖുഡ് റൺ ഫാസ്റ്റ്. അപ്പോൾ ഐ ക്യാൻ റൺ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാവുക? ഇപ്പോൾ ചെയ്യാൻ കഴിയുമെന്ന്. അത് പ്രസൻറ്റ് ടെൻസ്. പക്ഷേ ഇവിടെ നമ്മൾ പാസ്റ്റിലെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ ഈ ഖുഡ് ഉപയോഗിക്കുന്നത്. പിന്നെ കണ്ടല്ലോ, ഖുഡ് കഴിഞ്ഞാൽ ആ വേർബിൻ്റെ ബേസ് ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഖുഡ് റൺ. ഖുഡ് കഴിഞ്ഞാൽ റാൻ. പാസ്റ്റ് ടെൻസ് ഒന്നും വരില്ല കേട്ടോ. ആ ബേസ് ഫോം തന്നെ ഖുഡ് കഴിഞ്ഞ് വരണം. ഇനി അടുത്തത് നോക്കൂ. 7 വയസ്സുള്ളപ്പോൾ അവൾക്ക് ഗിറ്റാർ വായിക്കാൻ പറ്റുമായിരുന്നു. അപ്പോഴും പാസ്റ്റിൽ ഉണ്ടായ ഒരു കഴിവിനെക്കുറിച്ച്, ഒരു എബിലിറ്റിയെക്കുറിച്ചല്ലേ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പറയും? അവൾക്ക് ഗിറ്റാർ വായിക്കാൻ പറ്റുമായിരുന്നു, സാധിക്കുമായിരുന്നു. അപ്പോൾ ഷീ എന്ന് പറയണം. ഷീ ഖുഡ് പ്ലേ ദ ഗിറ്റാർ. എങ്ങനെയാണ് ഈ പ്ലേ എന്ന് വന്നതെന്ന് മനസ്സിലായോ? നമ്മൾ മലയാളത്തിൽ പറയുന്നത് ഗിറ്റാർ വായിക്കുക എന്നാണ്, പക്ഷേ ഇംഗ്ലീഷിൽ പ്ലേ ദ ഗിറ്റാർ എന്നാണ് പറയുക. ഷീ കുഡ് പ്ലേ ദ ഗിറ്റാർ. എപ്പോൾ? വെൻ ഷി വാസ് 7. 7 വയസ്സുള്ളപ്പോൾ. വെൻ ഷി വാസ് 7. കണ്ടോ, ഇവിടെയും പാസ്റ്റിൽ ഒരു ജനറൽ ആയിട്ടുള്ള എബിലിറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഈ പറയുന്നതിൻ്റെ അർത്ഥം 7 വയസ്സുള്ളപ്പോൾ ഒരു ദിവസം അങ്ങനെ ചെയ്തു എന്നല്ലല്ലോ. അങ്ങനെ ഒരു കഴിവ് ആ കാലത്തുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഖുഡ് വന്നു. കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഖുഡിൻ്റെ നെഗറ്റീവ് ഫോമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നോക്കൂ, വിവാഹിതയാകുന്നത് വരെ എനിക്ക് പാചകം ചെയ്യാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ കഴിയില്ലായിരുന്നു എന്ന് വന്നതുകൊണ്ട് തന്നെ ഖുഡ് നെഗറ്റീവ് ഫോമിൽ വരണമല്ലോ. അപ്പോൾ പാചകം ചെയ്യുക എന്നുള്ളതിന് ടു കുക്ക് എന്നാണ് പറയുക. ഇവിടെ എന്ത് പറയും? എനിക്ക് പാചകം ചെയ്യാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ ഐ കുഡിൻറ്റ് കുക്ക്. ഈ കുഡിൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? കുഡ് നോട്ടിൻ്റെ ഷോർട്ട് ഫോമാണ് കുഡിൻറ്റ്. അത് ചേർത്താണ് എഴുതുന്നത്. ഐ കുഡിൻറ്റ് കുക്ക്. എപ്പോൾ? വിവാഹിതയാകുന്നത് വരെ എന്നാണ് പറയുന്നത്. അപ്പോൾ അൺടിൽ ഐ ഗോട്ട് മാരീഡ്. കണ്ടോ, വിവാഹിതയാകുന്നത് വരെ. അൺടിൽ ഐ ഗോട്ട് മാരീഡ്. അപ്പോൾ എന്താ പറയുന്നത്? ഐ കുഡിൻറ്റ് കുക്ക് അൺടിൽ ഐ ഗോട്ട് മാരീഡ്. ഇനി അടുത്തത് നോക്കൂ, ഒരു ചോദ്യമാണ്. കുട്ടിയായിരുന്നപ്പോൾ നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമായിരുന്നോ? ചോദ്യം ചോദിക്കണം. ഇവിടെ എങ്ങനെ ചോദ്യം തുടങ്ങും? ഖുഡ് എന്ന് പറഞ്ഞ് ചോദ്യം ചോദിക്കണം. അപ്പോൾ ഖുഡ് യു സംസാരിക്കാൻ പറ്റുമായിരുന്നോ എന്നല്ലേ ചോദിക്കുന്നത് ഇംഗ്ലീഷ്. അപ്പോൾ ഖുഡ് യു സ്പീക്ക് ഇംഗ്ലീഷ്. എപ്പോൾ? കുട്ടിയായിരുന്നപ്പോൾ. നീ കുട്ടിയായിരുന്നപ്പോൾ. വെൻ യു വർ എ കിഡ് എന്ന് ചോദിക്കാം. കണ്ടോ, ചോദ്യമാണ്. കുഡ് യു സ്പീക്ക് ഇംഗ്ലീഷ് വെൻ യു വർ എ കിഡ്. അപ്പോൾ ഇതെങ്ങനെ ചോദിക്കും?
കുട്ടിയായിരുന്നപ്പോൾ നിനക്ക് സൈക്കിൾ ഓടിക്കാൻ പറ്റുമായിരുന്നോ? ഒന്ന് ശ്രമിച്ച് നോക്കൂ. കുഡ് യു റൈഡ് എ ബൈസിക്കിൾ വെൻ യു വർ എ കിഡ്? സൈക്കിൾ ഓടിക്കുക എന്നുള്ളതിന് ടു റൈഡ് എ ബൈസിക്കിൾ എന്ന് പറയും. അപ്പോൾ ചോദ്യം വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? കുട്ടിയായിരുന്നപ്പോൾ നീന്താൻ പറ്റുമായിരുന്നോ? എങ്ങനെ ചോദിക്കും? കുഡ് യു സ്വിം വെൻ യു വർ എ കിഡ്? കുഡ് യു സ്വിം വെൻ യു വർ എ കിഡ്? അങ്ങനെയാണ് ആ ചോദ്യം വരുന്നത്. നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ഞാൻ പറഞ്ഞത് പാസ്റ്റിൽ നമുക്കുണ്ടായിരുന്ന ഒരു ജനറൽ എബിലിറ്റിയെക്കുറിച്ച് പറയേണ്ടി വരുമ്പോൾ നമുക്ക് കുഡ് യൂസ് ചെയ്യാമെന്നാണ്. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് പാസ്റ്റിൽ ആ ഒരു കാലം മുഴുവൻ നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നാണ്. പക്ഷേ ഇവിടെ ഈ സെൻറ്റൻസസിൽ കുറച്ച് വ്യത്യാസമുള്ള കാര്യമാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ നോക്കൂ. വൈകിയെങ്കിലും എനിക്ക് ഒരു സീറ്റ് കണ്ടെത്താൻ കഴിഞ്ഞു. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പണ്ട് ഞാൻ ഇങ്ങനൊരു കാര്യം എനിക്ക് സ്ഥിരമായിട്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നാണോ? അല്ലല്ലോ. ഈ ഒരു അവസരത്തിൽ എനിക്ക് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ സാധിച്ചു എന്നാണ് പറയുന്നത്, അല്ലേ? വൈകിയെങ്കിലും എനിക്കൊരു സീറ്റ് കണ്ടെത്താൻ പറ്റി. ആ ഒരു സിംഗിൾ ഒക്കേഷനിൽ എനിക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിച്ചു. അവിടെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എനിക്ക് ഒരു സീറ്റ് കണ്ടെത്താൻ സാധിച്ചു. ഞാൻ പറയുന്നത് ഐ വാസ് ഏബിൾ ടു ഫൈൻഡ് എ സീറ്റ് വൈകിയെങ്കിലും, ഓൾദോ ഐ വാസ് ലേറ്റ്. അപ്പോൾ ഇവിടെ എന്താ ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾ കണ്ടോ? ഐ വാസ് ഏബിൾ ടു ഫൈൻഡ് എ സീറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇങ്ങനൊരു കാര്യം എനിക്ക് അപ്പോൾ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഒരേ ഒരു അവസരത്തിൽ നടന്ന എനിക്ക് ചെയ്യാൻ സാധിച്ച ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ ഞാനിവിടെ കുഡ് അല്ല, ബി ഏബിൾ ടു എന്നതിൻ്റെ പാസ്റ്റ് ഫോമാണ് യൂസ് ചെയ്തത്. ബി ഏബിൾ ടു ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. പക്ഷെ ഐ ആയതുകൊണ്ട് പാസ്റ്റ് വരുമ്പോൾ ഐ വാസ് ഏബിൾ ടു എന്ന് പറഞ്ഞു. ഇനി അടുത്തത് നോക്കൂ. അവന് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാൻ സാധിച്ചു. അപ്പോൾ ഈ ഒരു കാര്യം സ്ഥിരമായിട്ട് പാസ്റ്റിലുണ്ടായിരുന്ന ഒരു കഴിവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, അല്ലല്ലോ. ആ ഒരു അവസരത്തിൽ ടെസ്റ്റിന് പോയി അവനത് ചെയ്യാൻ സാധിച്ചു. അയാൾ അതിൽ വിജയം കൈവരിച്ചു, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പറയും? അവനെ കുറിച്ചാണ് പറയുന്നത്. ഹീ വാസ് ഏബിൾ ടു പാസ് ദ ഡ്രൈവിംഗ് ടെസ്റ്റ്. കണ്ടോ? ഒരു കാര്യം ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ അവിടെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നിരിക്കാം, പക്ഷേ അയാൾക്കത് നേടാൻ സാധിച്ചു. ഹി വാസ് ഏബിൾ ടു പാസ് ദ ടെസ്റ്റ്. ഇവിടെ വേണമെങ്കിൽ ഈ വാസ് ഏബിൾ ടു എന്നതിന് പകരം ഹി മാനേജ്ഡ് ടു എന്ന് പറയാം കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ പറയുക ഈ വാസ് ഏബിൾ ടു എന്നതിന് പകരം മാനേജ്ഡ് ടു എന്നാണ്. അതായത് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ അയാളെ കൊണ്ട് സാധിച്ചു, അതവിടെ നേടിയെടുത്തു. അതുകൊണ്ടാണ് മാനേജ് ടു എന്ന് പറയുന്നത്. ഇനി നിനക്ക് പരീക്ഷയിൽ എത്ര മാർക്ക് നേടാൻ കഴിഞ്ഞു? അപ്പോൾ ഇവിടെയും സ്ഥിരമായിട്ട് പണ്ട് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നല്ല പറയുന്നത്. കഴിഞ്ഞു പോയ ഒരു പരീക്ഷയിൽ നിനക്ക് എത്ര മാർക്ക് നേടാൻ സാധിച്ചു എന്നാണ് ചോദ്യം. അപ്പോൾ അവിടെ എങ്ങനെ ചോദിക്കുക? എത്ര മാർക്ക് എന്നാണല്ലോ ഇവിടെ നമ്മൾ ചോദിക്കുന്നത്. അതുകൊണ്ട് ഹൗ മെനി മാർക്സ് നേടാൻ കഴിഞ്ഞു. മാർക്ക് വാങ്ങുക, മാർക്ക് നേടുക എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ സ്കോർ എന്ന് പറയാം. അപ്പോൾ ഹൗ മെനി മാർക്സ് were you able to score in the test? കണ്ടോ? how many marks were you able to score in the test എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ യു ആയതുകൊണ്ടാണ് were you able എന്ന് പറഞ്ഞ ചോദ്യം വന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക അവസരത്തെക്കുറിച്ചുള്ള ചോദ്യമാണെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിച്ചു എന്ന് പറയേണ്ടി വരുമ്പോൾ നമുക്ക് be able to ൻ്റെ past form was അല്ലെങ്കിൽ were ഉപയോഗിക്കാം. ഇപ്പോൾ ഐ, ഹി ഒക്കെ വന്നപ്പോൾ വാസ് എന്ന് പറഞ്ഞു. ഇപ്പോൾ വി, ദേ, യു ഒക്കെ വരികയാണെങ്കിൽ were able to എന്ന് പറയും. അപ്പോൾ ഇനി അടുത്ത ചോദ്യം, ഒരു തവണ മാത്രം നടന്നൊരു കാര്യം അത് നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല, കഴിഞ്ഞില്ല എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നതാണ്. അപ്പോൾ ഇത് നോക്കൂ. എനിക്ക് ഇന്നലെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമുക്ക് പണ്ട് സ്ഥിരമായിട്ട് ഉറങ്ങാൻ സാധിക്കുമായിരുന്നില്ല എന്നല്ല ഇവിടെ പറഞ്ഞത്, ഇന്നലത്തെ കാര്യം മാത്രമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പറയും? ഇവിടെ നമുക്ക് ബി ഏബിൾ ടു എന്നുള്ളത് യൂസ് ചെയ്യാം. ഇവിടെ എന്താ പറയുക? നെഗറ്റീവ് ആണല്ലോ, കഴിഞ്ഞില്ല എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഐ വാസിൻറ്റ് ഏബിൾ ടു സ്ലീപ്പ് യെസ്റ്റർഡേ എന്ന് പറയും. അപ്പോൾ ഇവിടെ കണ്ടോ, ഐ വാസ് നോട്ട്, അതാണ് വാസിൻറ്റ് എന്ന് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഐ വാസിൻറ്റ് ഏബിൾ ടു സ്ലീപ്പ് യെസ്റ്റർഡേ. പക്ഷേ ഇവിടെ ഒരു കാര്യം, വേണമെങ്കിൽ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നെഗറ്റീവായിട്ട് പറയുമ്പോൾ നമുക്ക് കുഡും യൂസ് ചെയ്യാം. അപ്പോൾ ഐ കുഡിൻറ്റ് സ്ലീപ്പ് യെസ്റ്റർഡേ എന്നും നമുക്ക് പറയാം. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഐ വാസിൻറ്റ് ഏബിൾ ടു സ്ലീപ്പ് അല്ലെങ്കിൽ ഐ കുഡിൻറ്റ് സ്ലീപ്പ്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്കിത് രണ്ടും യൂസ് ചെയ്യാം. ഇനി അടുത്തത്,
ഞങ്ങൾക്ക് ഇന്നലെ ക്രിക്കറ്റ് മത്സരം കാണാൻ സാധിച്ചില്ല. അപ്പോൾ സ്ഥിരമായിട്ട് പണ്ട് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല എന്നല്ല പറഞ്ഞത്, ഇന്നലത്തെ കാര്യം മാത്രമാണ്. ഇവിടെ എന്ത് പറയും? ഞങ്ങൾക്ക്. അപ്പോൾ വി കാണാൻ സാധിച്ചില്ല എന്നാണല്ലോ, വി ആയതുകൊണ്ട് വി weren't എന്ന് പറയണം. വി weren't able to watch the match yesterday. അപ്പോൾ ഇവിടെ നമുക്ക് അല്ലെങ്കിൽ we weren't able to എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് പറയാം? we couldn't watch the match എന്നും പറയാം. അപ്പോൾ ഇത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഏതെങ്കിലും ഒരു സിംഗിൾ ഒക്കേഷനിൽ ഒരു കാര്യം ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയേണ്ടി വരുമ്പോൾ ഒന്നില്ലെങ്കിൽ wasn't able to എന്നോ couldn't എന്നോ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ പാസ്റ്റിൽ ഒരിക്കൽ മാത്രം നടന്നൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ബി ഏബിൾ ടു, അതായത് വാസ് ഏബിൾ ടു അല്ലെങ്കിൽ വേർ ഏബിൾ ടു ആണ് യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. പക്ഷേ ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ പറയുന്നത് ഈ സെൻസസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ, അതായത് കാണുക, കേൾക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മെൻ്റൽ എബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് എന്തെങ്കിലും ഓർമ്മിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ could തന്നെ യൂസ് ചെയ്യണം. അവിടെ വാസ് അല്ലെങ്കിൽ വേർ ഏബിൾ ടു അല്ല വരിക. അപ്പോൾ ഇത് നോക്കൂ, ആരോ ചിരിക്കുന്നത് എനിക്ക് കേൾക്കാൻ സാധിച്ചു. അപ്പോൾ ഇത് പണ്ട് സ്ഥിരമായിട്ട് സാധിച്ചു എന്നല്ല പറയുന്നത്, ആ ഒരു സമയത്ത് ആരോ ചിരിക്കുന്നത് എനിക്ക് കേൾക്കാൻ പറ്റി എന്നല്ലേ പറയുന്നത്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ബി ഏബിൾ ടു ആണ് വരേണ്ടത്. പക്ഷേ ഇവിടെ ഈ കേൾക്കുക എന്ന് പറയുന്നൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നത് കൊണ്ട് വേർബ് സെൻസസുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് അല്ലേ, അതുകൊണ്ട് നമ്മളവിടെ could യൂസ് ചെയ്യും. ഇവിടെ എന്ത് പറയും? ഐ could hear, കേൾക്കാൻ സാധിച്ചു എന്നല്ലേ, I could hear somebody അല്ലെങ്കിൽ someone laughing. മനസ്സിലായോ എന്തുകൊണ്ടാണ് ഇവിടെ could എന്ന് വന്നതെന്ന്? ഈ കേൾവിയായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട്. ഇനി അടുത്തത്, എനിക്ക് വിശ്വസിക്കാനായില്ല. അപ്പോൾ വിശ്വസിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സുമായിട്ട്, നമ്മുടെ മെൻ്റൽ എബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അല്ലേ, അവിടെയും നമുക്ക് could തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെയും സ്ഥിരമായിട്ട് വിശ്വസിക്കാനായില്ല എന്നല്ല പറയുന്നത്, ഏതോ ഒരു സമയത്ത് എന്തോ ഒരു കാര്യം കേട്ടപ്പോൾ നമുക്ക് വിശ്വസിക്കാനായില്ല എന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ could ആണ് യൂസ് ചെയ്യുന്നത്. ഐ couldn't believe it, എന്തോ ഒരു കാര്യം, അതുകൊണ്ടാണ് നമ്മൾ believe it എന്ന് പറയുന്നത്. ഐ couldn't believe it, എനിക്കത് വിശ്വസിക്കാനായില്ല. ഇനി എനിക്ക് അവളുടെ പേര് ഓർമ്മിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതും പാസ്റ്റിൽ സ്ഥിരമായിട്ടുള്ള ജനറൽ എബിലിറ്റിയെക്കുറിച്ചല്ല പറയുന്നത്, ഏതോ ഒരു ഒക്കേഷനിൽ ആരെയോ കണ്ടപ്പോൾ അവരുടെ പേര് ഓർമ്മിക്കാനായില്ല. ശരിക്കും ബി ഏബിൾ ടു ആണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഈ ഓർമ്മിക്കുക എന്ന് പറയുന്ന കാര്യമായതുകൊണ്ട് could വരുന്നതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്ത് പറയും? ഐ couldn't remember her name. കണ്ടോ എങ്ങനെയാണ് ഇവിടെയെല്ലാം could അല്ലെങ്കിൽ couldn't എന്ന് നമ്മൾ യൂസ് ചെയ്തതെന്ന്. ഇനി നമ്മൾ നോക്കുന്നത് couldൻ്റെ മറ്റ് യൂസസ് ആണ്. അപ്പോൾ ഒരു കാര്യം നമുക്കൊരാളോട് സജസ്റ്റ് ചെയ്യണമെങ്കിൽ, അതായത് ഇങ്ങനെ ചെയ്യാമല്ലോ എന്നൊരു നിർദ്ദേശം പോലെ പറയണമെങ്കിൽ അവിടെ നമുക്ക് could യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നോക്കൂ, നിനക്ക് ഞങ്ങളോടൊപ്പം അവധിക്കാലം ചെലവിടാമല്ലോ. അപ്പോൾ അവിടെ നമ്മളൊരു സജസ്റ്റൻ പോലെ പറയുകയാണ്. അപ്പോൾ അവിടെ could യൂസ് ചെയ്ത് ഇങ്ങനെ പറയാം, നിനക്ക് ചിലവിടാമല്ലോ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ യു could spend അവധിക്കാലം, അതിന് ഹോളിഡേയ്സ്, യു കുഡ് സ്പെൻഡ്, ഇവിടെ വേണമെങ്കിൽ യോ എന്ന് പറയാം കേട്ടോ, യു കുഡ് സ്പെൻഡ് യുവർ ഹോളിഡേയ്സ് വിത്ത് അസ്. കണ്ടോ എങ്ങനെയാണ് ആ ഒരു സജസ്റ്റൻ പോലെ നമ്മൾ could യൂസ് ചെയ്തെന്ന്? യു കുഡ് സ്പെൻഡ് യുവർ ഹോളിഡേയ്സ് വിത്ത് അസ്. ഇനി അടുത്തത്, നിനക്കിഷ്ടമാണെങ്കിൽ നമുക്ക് പുറത്ത് പോകാം. അവിടെയും ഒരു കാര്യം നമ്മളങ്ങനെ സജസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറയും? വി കുഡ് ഗോ ഔട്ട് ഇഫ് യു വാണ്ട് ഓർ ഇഫ് യു ലൈക്ക്. നിനക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് പുറത്ത് പോകാം. വി കുഡ് ഗോ ഔട്ട് ഇഫ് യു ലൈക്ക്. അടുത്തത് നോക്കൂ, അവൾക്ക് ഈ പ്രശ്നത്തെ പറ്റി അമ്മയോട് സംസാരിക്കാമല്ലോ. അവിടെയും നമ്മളൊരു കാര്യം അങ്ങനെ നിർദ്ദേശിക്കുകയാണ്. അപ്പം എന്ത് പറയും? അവൾക്ക് സംസാരിക്കാമല്ലോ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഷീ കുഡ് ടോക്ക്, ആരോട്? അവളുടെ അമ്മയോട്. ഷീ കുഡ് ടോക്ക് ടു ഹർ മദർ, ഈ പ്രശ്നത്തെക്കുറിച്ചെന്നല്ലേ. അപ്പോൾ അബൌട്ട് ദിസ് പ്രോബ്ലം അല്ലെങ്കിൽ അബൌട്ട് ദ പ്രോബ്ലം. കണ്ടോ, ഷീ കുഡ് ടോക്ക് ടു ഹർ മദർ അബൌട്ട് ദ പ്രോബ്ലം. അപ്പോൾ എങ്ങനെയാണ് ഒരു കാര്യം നിർദ്ദേശിക്കാൻ കുഡ് യൂസ് ചെയ്യുന്നത് കണ്ടല്ലോ. ഇനി അടുത്ത യൂസ് നോക്കാം. കുഡ് ഉപയോഗിച്ച് ഒരു കാര്യം സാധ്യമാണോ എന്നതിനെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഒരു കാര്യം പോസിബിൾ ആണോ എന്ന് പറയാൻ നമുക്ക് കുഡ് യൂസ് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞത്.
പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ പ്രസൻറ്റിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇങ്ങനെ കുഡ് യൂസ് ചെയ്ത് പറയുന്നത്. പാസ്റ്റിലെ കാര്യത്തെക്കുറിച്ചാണെങ്കിൽ കുഡ് ഹാവ് യൂസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആദ്യം കുഡ് നോക്കാം. പക്ഷേ അത് ഈ പോസിബിലിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ക്യാനും കുഡും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഈ സെൻറ്റൻസ് നോക്കൂ, ദ മോൾ ക്യാൻ ബി ക്രൗഡഡ്. അപ്പോൾ ഞാൻ പറയുകയാണ്, മോളിൽ നമ്മൾ ഷോപ്പിങ്ങിന് പോവുകയാണ്, അപ്പോൾ അവിടെ നല്ല തിരക്കുണ്ടാകാം, അതിന് സാധ്യതയുണ്ടെന്ന്. പക്ഷേ ഇവിടെ ക്യാൻ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു പോസിബിലിറ്റി എനിക്ക് ഏറെക്കുറെ ഷുവറാണ്, എനിക്ക് ഉറപ്പാണ് അവിടെ ഇങ്ങനെ തിരക്കുണ്ടാവുമെന്ന് ക്യാൻ വരുമ്പോൾ. പക്ഷേ ഇവിടെ നോക്കൂ, ദ മോൾ കുഡ് ബി ക്രൗഡഡ് എന്ന് പറയുമ്പോൾ എനിക്ക് അത്ര ഉറപ്പില്ല. അപ്പോൾ സാധ്യത പോസിബിലിറ്റി കുഡ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ്. ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള കുറച്ച് സെൻറ്റൻസസ് നമുക്ക് നോക്കാം. ഈ സെൻറ്റൻസസ് നോക്കൂ, അവർ ഉടനെ ഇവിടെ എത്തിയേക്കാം. ഇപ്പോൾ ഒരു പോസിബിലിറ്റിയെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ശ്രദ്ധിച്ചല്ലോ നിങ്ങൾ, ഇത് പാസ്റ്റിലാണെന്ന കാര്യത്തെക്കുറിച്ചല്ല, ഇനി വരാൻ പോകുന്ന കാര്യമാണ്. എത്തിയേക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ കുഡാണ് യൂസ് ചെയ്യുന്നത്. എന്ത് പറയും? അവർ. അപ്പോൾ ദേ കുഡ് ബി ഹിയർ സൂൺ. എങ്ങനെയാണ് ഈ കുഡ് ബി എന്ന് വന്നതെന്ന് മനസ്സിലായോ? ഇവിടെ എത്തിയിരിക്കുക, ആ എത്തിയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് പറയാനാണ് നമ്മൾ കുഡ് ബി എന്ന് പറഞ്ഞത്. അപ്പോൾ ഉടനെ എന്നുള്ളതിന് സൂൺ എന്ന് പറഞ്ഞു, ഇവിടെ എന്നുള്ളതിന് ഹിയർ എന്ന് പറഞ്ഞു. എത്തിയേക്കാം എന്നുള്ളതിന് ദേ കുഡ് ബി ഹിയർ സൂൺ എന്ന് പറഞ്ഞു. അപ്പോൾ എത്തുക എന്നുള്ളതിന് വേണമെങ്കിൽ റീച്ച് എന്നും പറയാമായിരുന്നല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ദേ കുഡ് റീച്ച് ഹിയർ സൂൺ എന്ന് പറയുമായിരുന്നു. അപ്പോൾ അവിടെ റീച്ച് അല്ലേ വേർബ്, അതിന് പകരം ഇവിടെ വന്ന വേർബാണ് ബി, കുഡ് ബി. അടുത്തത് നോക്കൂ, അവൾക്ക് അസുഖമായിരിക്കാം. എന്ത് പറയും? ഷീ കുഡ് ബി ഇൽ. അസുഖമായിരിക്കുക എന്നുള്ളതിന് ടു ബി ഇൽ എന്ന് പറയും. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ? ഇൽ എന്ന് പറയുന്നത് ആഡ്ജക്റ്റീവാണ്. ആ ആഡ്ജക്റ്റീവിൻ്റെ കൂടെ നമ്മൾ ചേർത്തത് ബി ആണ്. ഷീ കുഡ് ബി ഇൽ. അവൾ ക്ഷീണിതയായിരിക്കാം. ഷീ കുഡ് ബി ടയേർഡ്. അയാൾക്ക് വിശപ്പുണ്ടായിരുന്നിരിക്കാം. ഹീ കുഡ് ബി ഹംഗ്രി. അപ്പോൾ ആ ഒരു ആഡ്ജക്റ്റീവിൻ്റെ കൂടെ കുഡ് ബി എന്നാണ് പറയുന്നത്. അതായത് ആ ഒരു അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ആ അവസ്ഥയെക്കുറിച്ച് കാണിക്കാൻ നമുക്കിവിടെ ഉപയോഗിക്കേണ്ടി വരുന്ന വേർബാണ് ബി. ഷീ കുഡ് ബി ഇൽ. ഇനി അത് അനു ആയിരിക്കാം, സാധ്യതയാണ്. അപ്പം എന്ത് പറയും? ഇറ്റ് കുഡ് ബി അനു. പോസിബിലിറ്റിയാണ് പറയുന്നത്. ഇറ്റ് കുഡ് ബി അനു. പക്ഷെ അടുത്തത് നോക്കൂ, അത് അനു ആയിരിക്കില്ല. ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ നമുക്ക് ഏറെക്കുറെ ഉറപ്പാണ് അത് അനു അല്ല എന്ന്. അങ്ങനെ ആ ഒരു അർത്ഥം കിട്ടാനാണ് നമ്മളിവിടെ കുഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നെഗറ്റീവ് എന്താ പറയുക? ഇറ്റ് കുഡ് ഇൻ ബി അനു. അത് പറയുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഷുവറാണ് അത് അനു അല്ല എന്ന്. ഇറ്റ് കുഡ് ഇൻ ബി അനു. അപ്പോൾ ഇവിടെ എല്ലാം കണ്ടല്ലോ, കുഡ് ബി, കുഡ് ഇൻ ബി എന്നൊക്കെ വന്നത്. അപ്പോൾ ഇവിടെ ഇതിന് ശേഷം വന്നത് അനു എന്ന നൗണാണ്. അപ്പോൾ ഇവിടെയും അനു ആയിരിക്കാം അല്ലെങ്കിൽ ആയിരിക്കില്ല എന്നൊക്കെ പറയാനാണ് ബി തന്നെ ഇവിടെ യൂസ് ചെയ്തത്. അപ്പം മനസ്സിലായല്ലോ എങ്ങനെയാണ് ഈ കുഡ് ബി വരുന്നതെന്ന്. ഈ കാണുന്നതും പോസിബിലിറ്റിയെക്കുറിച്ച് പറയുന്ന സെൻറ്റൻസസ് ആണ്. അവിടെയും കുഡ് യൂസ് ചെയ്യാം. അപ്പം നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. പരീക്ഷ മാറ്റിവെക്കപ്പെട്ടേക്കാം. എങ്ങനെ പറയും? ദി എക്സാം കുഡ് ബി. മാറ്റിവെക്കപ്പെടുക എന്നുള്ളതിന് പോസ്റ്റ്പോൺ എന്ന് പറയാം. അപ്പോൾ ദി എക്സാം കുഡ് ബി പോസ്റ്റ്പോൺഡ്. കണ്ടോ എങ്ങനെയാണ് വന്നത്? കുഡ് ബി പോസ്റ്റ്പോൺഡ്. ഇനി രവി തിരഞ്ഞെടുക്കപ്പെട്ടേക്കാം. രവി, ശ്രമിച്ചു നോക്കൂ, കുഡ് ബി ഇലക്റ്റഡ്. കണ്ടല്ലോ. ഇനി അടുത്ത മാസം ഞാൻ ഇറ്റലിക്ക് പോയേക്കാം. ഒരു ചെറിയ സാധ്യതയെക്കുറിച്ചാണ് പറയുന്നത്. എന്ത് പറയും? ഇവിടെ ഞാൻ ഇറ്റലിക്ക് പോയേക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഐ കുഡ്, ഇവിടെ കുഡ് ബി പറയണ്ട, നമുക്ക് വേർബ് ഉണ്ട്, പോയേക്കാം. ഐ കുഡ് ട്രാവൽ ടു ഇറ്റലി നെക്സ്റ്റ് മന്ത്. കണ്ടോ? ഐ കുഡ് ട്രാവൽ ടു ഇറ്റലി നെക്സ്റ്റ് മന്ത്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ കുഡ് അല്ലെങ്കിൽ കുഡ് ബി യൂസ് ചെയ്തത് പോസിബിലിറ്റിയെക്കുറിച്ച് പറയാനാണ്. ഇനി കുഡിൻ്റെ അടുത്ത യൂസ്, ഒരാളോട് എന്തെങ്കിലും ഒരു കാര്യം അനുവാദം ചോദിക്കണമെങ്കിൽ, അതായത് വളരെ പൊളൈറ്റായിട്ട് പെർമിഷൻ ചോദിക്കണമെങ്കിൽ അല്ലെങ്കിൽ പൊളൈറ്റായിട്ടൊരു കാര്യം റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ, ഒരു കാര്യം ഞാൻ ചെയ്തു തരാം എന്നൊരു ഓഫർ പോലെ പറയണമെങ്കിലൊക്കെ നമുക്ക് കുഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കൂ, ഞാൻ വ്യക്തിപരമായ ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ വളരെ പൊളൈറ്റായിട്ട് ഒരാളോടൊരു കാര്യം പെർമിഷൻ ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് പറയും? കുഡ് ഐ ആസ്ക് യു എ പേഴ്സണൽ ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം, നമുക്കിവിടെ കുഡിന് പകരം ക്യാൻ യൂസ് ചെയ്യാൻ പാടില്ലേ? ക്യാനും യൂസ് ചെയ്യാം, പക്ഷെ ക്യാൻ വളരെ ഇൻഫോർമലായി കാഷ്വലായി ചോദിക്കുന്ന
ഒരു ചോദ്യത്തിലാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഒരു ഫ്രണ്ടിനോട് ചോദിക്കുകയാണെങ്കിൽ വളരെ കാഷ്വലായിട്ട് നമുക്ക് ക്യാൻ എന്ന് വെച്ച് തുടങ്ങാം. പക്ഷേ ഇവിടെ കുറച്ച് പൊളൈറ്റായിട്ടാണ് ചോദ്യം വരേണ്ടതെങ്കിൽ കുഡാണ് വരിക. അടുത്തത്, നിങ്ങളുടെ ഫോൺ ഞാനൊന്ന് ഉപയോഗിച്ചോട്ടെ. അപ്പോൾ കുഡ് തന്നെയാണ് അവിടെയും വരിക. കുഡ് ഐ യൂസ് യുവർ ഫോൺ എന്ന് ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ ചോദിക്കണമെങ്കിലോ, നാളെ ഞാൻ ജോലി കഴിഞ്ഞ് നേരത്തെ പോയിക്കോട്ടെ എന്ത് ചോദിക്കും? കുഡ് ഐ ലീവ് വർക്ക് ഏർലി ടുമോറോ? കുഡ് ഐ ലീവ് വർക്ക് ഏർലി ടുമോറോ? കണ്ടോ, ഇവിടെ വളരെ പൊളൈറ്റായിട്ട് ചോദ്യം ചോദിക്കാൻ കുഡ് യൂസ് ചെയ്തു. ഇനി അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് നോക്കൂ, എനിക്ക് ഒരു ഉപകാരം ചെയ്യാമോ? ഇവിടെ നമ്മൾ വേറൊരാളോട് വളരെ പൊളൈറ്റായിട്ടൊരു കാര്യം റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അവിടെയും കുഡ് വെച്ചാണ് ചോദ്യം തുടങ്ങുന്നത്. കുഡ് യു ഡു മീ എ ഫേവർ എന്നാണ് ഇവിടെ ചോദിക്കുക. അതായത് എനിക്ക് ഒരു ഉപകാരം ചെയ്യാമോ എന്ന് ആവശ്യപ്പെടുകയാണ്. അടുത്തത്, ഈ വാതിലൊന്ന് തുറന്ന് പിടിക്കാമോ? ചിലപ്പോൾ നമ്മൾ പറയില്ല, ഈ വാതിലൊന്ന് പിടിക്കാമോ, നമുക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചോദിക്കും? കുഡ് യു ഹോൾഡ് ദിസ് ഡോർ? വേണമെങ്കിൽ നമുക്ക് അത് കുറച്ചുകൂടെ പൊളൈറ്റ്നെസ് കൂട്ടാൻ പ്ലീസ് എന്ന് കൂടെ ചേർക്കാം. കുഡ് യു ഹോൾഡ് ദിസ് ഡോർ പ്ലീസ് എന്ന് ചോദിക്കാം. ഇനി നിങ്ങൾ സ്ഥലത്തില്ലാത്തപ്പോൾ ചെടി ഞാൻ നനയ്ക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു കാര്യം നമ്മൾ അങ്ങോട്ട് ഓഫർ ചെയ്യുകയാണ്, ഞാനിങ്ങനെ ചെയ്യാമെന്ന് പറയുകയാണ്. അവിടെയും കുഡ് യൂസ് ചെയ്യാം. അപ്പോൾ അവിടെ നമ്മൾ പറയുക ചെടി ഞാൻ നനയ്ക്കാം എന്നാണല്ലോ പറയുന്നത്. ഐ കുഡ് വാട്ടർ ദ പ്ലാന്റ്സ് നിങ്ങൾ സ്ഥലത്തില്ലാത്തപ്പോൾ. വെൻ യു ആർ അവേ. കണ്ടോ, ഐ കുഡ് വാട്ടർ ദ പ്ലാന്റ്സ് വെൻ യു ആർ അവേ. ഞാൻ പറഞ്ഞല്ലോ, കുഡിൻ്റെ എല്ലാ യൂസസും നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ തരം സെൻറ്റൻസസ് പറയുമ്പോൾ കുഡിൻ്റെ ആവശ്യം വരും. നിനക്ക് എങ്ങനെ എന്നെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞു? അപ്പോൾ അവിടെ നമ്മളൊരു ഡിസപ്രൂവൽ കാണിക്കുകയാണ്. അതായത് തീരെ ശരിയായില്ല, എങ്ങനെ സാധിച്ചു എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ പറയുക ഹൗ കുഡ് യു. കണ്ടോ, കുഡാണ് വരുന്നത്. ഹൗ കുഡ് യു ലീവ് മീ എന്ന് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ചോദിക്കും. ഹൗ കുഡ് യു ലീവ് മീ. അടുത്തത്, എങ്ങനെ നിനക്ക് അങ്ങനെ പറയാൻ സാധിച്ചു? അതെങ്ങനെ പറ്റി? അത് കുറച്ച് കൂടിപ്പോയി എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമ്മൾ പറയില്ലേ? അവിടെയും ഹൗ കുഡ് യു സേ സോ എന്ന് പറയും. ഹൗ കുഡ് യു സേ സോ. കണ്ടോ, ഇവിടെയെല്ലാം കുഡാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ കുഡിൻ്റെ മിക്കവാറും എല്ലാ യൂസസും നമ്മൾ കവർ ചെയ്തു. ഇനി കുഡ് ഹാവ് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നാണ് നോക്കുന്നത്. ഇത് നോക്കൂ, ഞാൻ ആ ഇമെയിൽ അറിയാതെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ പാസ്റ്റിൽ ഇങ്ങനൊരു കാര്യം നടന്നിട്ടുണ്ടാകാം, ഒരു പോസിബിലിറ്റിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അല്ലേ? അവിടെ എന്താ പറയാൻ നോക്കൂ, പാസ്റ്റ് ആയതുകൊണ്ട് കുഡ് അല്ല കുഡ് ഹാവ് എന്നാണ് ഇവിടെ യൂസ് ചെയ്യുക. അപ്പം എങ്ങനെ വരും? ഐ കുഡ് ഹാവ് ഡിലീറ്റഡ് ദി ഇമെയിൽ ബൈ മിസ്റ്റേക്ക്. അറിയാതെ, ബൈ മിസ്റ്റേക്ക്. കണ്ടോ, ഇവിടെ എന്താ വന്നതെന്ന് കണ്ടോ? ഞാനിവിടെ പറഞ്ഞത് ഐ കുഡ് ഹാവ് ഡിലീറ്റഡ് എന്നാണ്. അപ്പോൾ ഇവിടെ എന്താ വന്നത്? കുഡ് ഹാവിൻ്റെ കൂടെ ഇവിടുത്തെ വേർബ് ഉണ്ടല്ലോ, ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവാമെന്ന്. ആ വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, അതായത് വേർബ് 3 ഫോമാണ് നമ്മൾ യൂസ് ചെയ്തത്. ഡിലീറ്റഡ്, അത് വേർബ് 3 ഫോമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഗോ, വെൻറ്റ്, ഗോൺ അങ്ങനെ പറയില്ലേ? ആ ഗോൺ ആണ് വേർബ് 3 ഫോം. അപ്പോൾ ഇങ്ങനെയുള്ളത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ വേർബിൻ്റെ 3ാമത്തെ ഫോം അറിഞ്ഞിരിക്കണം. ഇനി എനിക്ക് ഒരു ഡോക്ടർ ആകാമായിരുന്നു. അവിടെയും നമ്മളൊരു പോസിബിലിറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഡോക്ടർ ആയില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം അല്ലേ? അപ്പോൾ എന്താ ഇവിടെ പറയുക? ഐ കുഡ് ഹാവ്, ആകാമായിരുന്നു എന്നല്ലേ പറഞ്ഞത്? ഒരു ഡോക്ടർ ആകാമായിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയെക്കുറിച്ച് പറയാൻ നമുക്കിവിടെ ബി ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ബിയുടെ 3ാമത്തെ ഫോം ബീനാണ്. ഐ കുഡ് ഹാവ് ബീൻ എ ഡോക്ടർ. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഐ കുഡ് ഹാവ് ബിക്കം എ ഡോക്ടർ എന്നും പറയാം. അപ്പോൾ മനസ്സിലായോ? ആ ഒരു വേർബിന് പകരം ഇവിടെ ബിക്കം എന്നുള്ളതിന് പകരം ബീൻ എന്ന് പറഞ്ഞു. ഐ കുഡ് ഹാവ് ബീൻ എ ഡോക്ടർ. ഇനി അവർക്ക് വഴി തെറ്റിയിട്ടുണ്ടാകാം. അപ്പോൾ നമ്മളൊരു പോസിബിലിറ്റിയെക്കുറിച്ചാണ് ഇവിടെ വീണ്ടും പറയുന്നത്. അല്ലെങ്കിൽ നമ്മളിവിടെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഗെസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് പറയും? ദേ കുഡ് ഹാവ്, വഴി തെറ്റുക എന്നുള്ളതിന് ടു ലൂസ് ദെയർ വേ. അപ്പോൾ ഇവിടെ ദേ കുഡ് ഹാവ് ലോസ്റ്റ് ദെയർ വേ എന്നാണ് പറയുന്നത്. ഈ ലൂസ് എന്ന് പറയുന്ന വേർബിൻ്റെ 3ാമത്തെ ഫോമാണ് ലോസ്റ്റ്. അങ്ങനെയാണ് നമുക്കിവിടെ ദേ കുഡ് ഹാവ് ലോസ്റ്റ് ദെയർ വേ എന്ന് കിട്ടിയത്. ഇനിയും നമ്മൾ നോക്കുന്നത് കുഡ് ഹാവ് വരുന്ന സെൻറ്റൻസസ് തന്നെയാണ് കേട്ടോ. ഇത് നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കൂ.
അവന് ഒരു പുതിയ കാർ വാങ്ങാമായിരുന്നു, പക്ഷെ വാങ്ങിയില്ല എന്നാണ് അർത്ഥം. ഇവിടെ എന്ത് പറയും? ഹീ കുഡ് ഹാവ്, വാങ്ങുക എന്നുള്ളതിന് ബൈ എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ V3 ഫോം ബോട്ടാണ്. അപ്പോൾ ഹീ കുഡ് ഹാവ് ബോട്ട് എ ന്യൂ കാർ. കണ്ടോ? ഹീ കുഡ് ഹാവ് ബോട്ട് എ ന്യൂ കാർ. ഇനി എനിക്ക് ഒരു മൂവി കാണാമായിരുന്നു, പക്ഷെ ഞാൻ കണ്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം അവിടെ നടന്നിട്ടില്ല. അപ്പോൾ അവിടെ നമ്മൾ കുഡ് ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. എന്ത് പറയും? ഐ കുഡ് ഹാവ് വാച്ച്ഡ്, കാണുക എന്നുള്ളതിന് വാച്ച് എന്ന് പറയാം, സീ എന്നും പറയാം. അപ്പോൾ എൻ്റെ verb 3 ഫോമാണ് വാച്ച്ഡ് അല്ലെങ്കിൽ സീൻ എന്ന് പറയും. ഐ കുഡ് ഹാവ് വാച്ച്ഡ് എ മൂവി. അടുത്തത്, വൈകുമെന്ന് നിനക്ക് എന്നോട് പറയാമായിരുന്നു. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ക്രിറ്റിസിസമാണ്. നമ്മൾ വിമർശിക്കുകയാണ്, ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് പറയും? യു കുഡ് ഹാവ്, നിനക്ക് പറയാമായിരുന്നു എന്നല്ലേ? യു കുഡ് ഹാവ് ടോൾഡ് മീ ദാറ്റ് യു വുഡ് ബി ലേറ്റ്. കണ്ടോ? യു കുഡ് ഹാവ് ടോൾഡ് മീ ദാറ്റ് യു വുഡ് ബി ലേറ്റ്. ഇനി അവർക്ക് നമ്മളെ സഹായിക്കാമായിരുന്നു. ഇവിടെ അവർക്ക് ദേ വെച്ച് തുടങ്ങണം. നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. ദേ, അവർക്ക് സഹായിക്കാമായിരുന്നു. ദേ കുഡ് ഹാവ്, സഹായിക്കുക എന്നുള്ളതിന് ഹെൽപ്പ് എന്നല്ലേ പറയുന്നത്? verb 3 ഫോം ഹെൽപ്പ് ആണ്. ദേ കുഡ് ഹാവ് ഹെൽപ്ഡ് അസ്. എങ്ങനെയാണ് സെൻറ്റൻസസ് വന്നതെന്ന് കണ്ടോ? അപ്പോൾ കുഡ് ഹാവിൻ്റെ യൂസ് നമ്മൾ കണ്ടില്ലേ. ഇനി ഇതിന് നെഗറ്റീവ് എങ്ങനെയാണ് വരുന്നതെന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നും നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് നോക്കൂ. അവർ പണം മോഷ്ടിച്ചിട്ടുണ്ടാകില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത് ഇംപോസിബിളാണ്, അങ്ങനെ നടന്നിട്ടുണ്ടാവില്ല എന്നാണ്. അങ്ങനെ തീർത്താണ് നമ്മൾ പറയുന്നത്. അവിടെയാണ് നമ്മൾ കുഡിൻറ്റ് ഹാവ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് നോക്കൂ. അവർ, അപ്പോൾ ദേ പണം മോഷ്ടിച്ചിട്ടുണ്ടാവില്ല എന്നല്ലേ പറയുന്നത്. ദേ കുഡിൻറ്റ് ഹാവ്, കേട്ടോ, കുഡിൻറ്റ് ഹാവ് എന്നാണ് കേട്ടോ പറഞ്ഞത്. ദേ കുഡിൻറ്റ് ഹാവ്, മോഷ്ടിക്കുക എന്നുള്ളതിന് ടു സ്റ്റീൽ എന്ന് പറയും. അതിൻ്റെ മൂന്നാമത്തെ ഫോം സ്റ്റോളൻ ആണ്. അപ്പോൾ എന്ത് പറയും? ദേ കുഡിൻറ്റ് ഹാവ് സ്റ്റോളൻ ദ മണി. അതായത് ഒരു കാര്യം നിർബന്ധമായും നടന്നിട്ടുണ്ടാവും എന്നുള്ളതിന് മസ്റ്റ് എന്ന് പറയില്ലേ? നടക്കുക, ചെയ്യുക എന്നുള്ളതിന് മസ്റ്റ് എന്നല്ലേ പറയുക? അതിൻ്റെ നെഗറ്റീവ് ഫോമായിട്ടാണ്, ആ അർത്ഥത്തിലാണ് നമ്മൾ കുഡിൻറ്റ് ഹാവ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദേ കുഡിൻറ്റ് ഹാവ് സ്റ്റോളൻ ദ മണി എന്ന് വെച്ചാൽ അവരത് ചെയ്തിട്ടുണ്ടാവില്ല. ഉറപ്പിച്ചാണ് നമ്മളത് അങ്ങനെ പറയുന്നത്. ഇനി അവൾ അത് ചെയ്തിട്ടുണ്ടാവില്ല. ഷീ വരും. ഷീ കുഡിൻറ്റ് ഹാവ്, ചെയ്യുക എന്നുള്ളതിന് ടു ഡു എന്നാണ് പറയുന്നത്. അതിൻ്റെ മൂന്നാമത്തെ ഫോം ഡൺ ആണ്. സോ ഷീ കുഡിൻറ്റ് ഹാവ് ഡൺ ദാറ്റ്. അവൾ അത് ചെയ്തിട്ടുണ്ടാവില്ല, നമുക്ക് ഉറപ്പാണ്. അവിടെയാണ് കുഡിൻറ്റ് ഹാവ് ഡൺ എന്ന് നമ്മൾ പറയുന്നത്. കുഡും കുഡ് ഹാവും ആവശ്യം വരുന്ന വേറൊരു തരം സെൻറ്റൻസസ് ഉണ്ട്, ഇഫ് കണ്ടീഷണൽസ്. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസാണ് ഞാനിവിടെ കാണിക്കുന്നത്. നോക്കൂ. നീ ആവശ്യപ്പെട്ടാൽ അവന് നിന്നെ സഹായിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ കുഡ് അല്ല കേട്ടോ, ക്യാൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താ പറയുന്നത് നോക്കൂ. നീ ആവശ്യപ്പെട്ടാൽ, ഇഫ് യു ആസ്ക് ഹിം, നമ്മൾ അയാളോടാണല്ലോ ചോദിക്കുന്നത്. ഇഫ് യു ആസ്ക് ഹിം, ഹീ ക്യാൻ ഹെൽപ്പ് യു, അവന് നിന്നെ സഹായിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ശരിക്കും നിങ്ങൾക്ക് അറിയാലോ, ഇഫ് കണ്ടീഷണൽസിൽ നമ്മൾ വിൽ ആണ് സാധാരണ യൂസ് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ പറയുക അവൻ നിന്നെ സഹായിക്കും എന്നാണ്. ഹീ വിൽ ഹെൽപ്പ് യു. ഇവിടെ ഞാൻ അവന് നിന്നെ സഹായിക്കാൻ പറ്റും എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളിവിടെ ക്യാൻ യൂസ് ചെയ്തത്. ഇനി ഇതേ കാര്യം പാസ്റ്റിൽ വരുമ്പോൾ കുഡ് യൂസ് ചെയ്യേണ്ടി വരും. നോക്കൂ. നീ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അവന് സഹായിക്കാൻ കഴിഞ്ഞേനെ. അപ്പോൾ ആവശ്യപ്പെട്ടില്ല, നമ്മളിവിടെ ഇമാജിൻ ചെയ്ത് പറയുകയാണ്. അപ്പോൾ അവിടെ എന്ത് പറയും? ഇഫ് യു ആസ്ക്ഡ് ഹിം, പാസ്റ്റ് ടെൻസ് വന്നു കേട്ടോ. ഇഫ് യു ആസ്ക്ഡ് ഹിം, ഹീ കുഡ് ഹെൽപ്പ് യു. കണ്ടോ എങ്ങനെയാണ് വന്നതെന്ന്? ഇവിടെ നമ്മൾ ക്യാൻ ഹെൽപ്പ് എന്ന് പറഞ്ഞു, ഇവിടെ കുഡ് ഹെൽപ്പായി. കാരണം ഇവിടെ നമ്മൾ പറഞ്ഞത് പാസ്റ്റ് ടെൻസ് ആണ്. ഇഫ് യു ആസ്ക്ഡ് ഹിം, ഹീ കുഡ് ഹെൽപ്പ് യു. പക്ഷെ അടുത്തത് നോക്കൂ. നീ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അവന് നിന്നെ സഹായിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആവശ്യപ്പെട്ടോ? ആവശ്യപ്പെട്ടില്ല, പക്ഷെ നമ്മൾ പറയുകയാണ് നീ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അവനിങ്ങനെ ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ എന്ത് പറയും? ഇഫ് യു ഹാഡ് ആസ്ക്ഡ് ഹിം, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഹീ കുഡ് ഹാവ് ഹെൽപ്ഡ് യു. മുൻപ് നമ്മൾ കണ്ടില്ലേ കുഡ് ഹാവിൻ്റെ കൂടെ verb 3 വരുന്നത്? കുഡ് ഹാവ് ഹെൽപ്ഡ് യു.
അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടല്ലോ കുഡ് ഹാവും കുഡ് ഹെൽപ്പും കുഡ് ഹാവ് ഹെൽപ്ഡും വന്നു. കുഡും കുഡ് ഹാവും ഇവിടെയും യൂസ് ചെയ്തു കണ്ടീഷണൽസിൽ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അതിന് മുൻപ് ഇന്ന് നമ്മൾ പഠിച്ച ടോപ്പിക്കിനെ ബേസ് ചെയ്താണ് ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. 3 ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ആദ്യത്തത്, സ്പേസ് റീച്ച് സ്കൂൾ ഓൺ ടൈം യെസ്റ്റർഡേ. ഇന്നലെ നിനക്ക് സമയത്ത് സ്കൂളിലെത്താനായോ എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് കുഡ് യു, വർ യു ഏബിൾ ടു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഇത് സ്ഥിരമായിട്ട് പാസ്റ്റിൽ ചെയ്യാൻ സാധിക്കുമായിരുന്ന കാര്യത്തെക്കുറിച്ചാണോ ഏതെങ്കിലും ഒരു ദിവസത്തെ കാര്യത്തെക്കുറിച്ചാണോ ഈ ചോദിക്കുന്നത് എന്ന് ആലോചിക്കുക. ഇനി അടുത്തത്, സ്പേസ് പ്ലേ ദ പിയാനോ വെൻ ഷി വാസ് എ ചൈൽഡ്. അവൾ കുട്ടിയായിരിക്കുമ്പോൾ അവൾക്ക് പിയാനോ വായിക്കാൻ കഴിയുമായിരുന്നോ എന്നാണ് ചോദ്യം. ഇവിടെയും ഇത് സ്ഥിരമായിട്ട് പാസ്റ്റിലുണ്ടായിരുന്ന എബിലിറ്റിയെക്കുറിച്ചാണോ ഏതെങ്കിലും ഒരു ഒക്കേഷനിൽ മാത്രമുള്ള എബിലിറ്റിയെക്കുറിച്ചാണോ എന്ന് നിങ്ങൾ ഓർത്ത് നോക്കൂ. ഇനി അടുത്തത്, യു സ്പേസ് മീ ദ ട്രൂത്ത്. നിനക്ക് എന്നോട് സത്യം പറയാമായിരുന്നു. ഓപ്ഷൻസ് ഇതാണ്, കുഡ് ടെൽ, കുഡ് ഹാവ് ടോൾഡ്. അപ്പോൾ ഇവിടെയും നന്നായിട്ട് ആലോചിച്ച് നിങ്ങൾ ഉത്തരം കണ്ടെത്തൂ. അപ്പോൾ ആൻസേഴ്സ് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ. ഇന്നത്തെ ഈ ലെസൺ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. ഇനി ഒരു ഗ്യാപ്പ് വരാതെ വീഡിയോസ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ 6th എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.